ഹലോ, ഇന്ന് ഒരു റൈസ് റെസിപ്പിയാണ്. ഒരു അറബിക് ബീഫ് റൈസ്. ഞാൻ ഓൾറെഡി വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു അറബിക് മസാലേൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറബിക് റൈസ് എന്തെങ്കിലും ഒന്ന് ഇടാന്നുള്ളത്. അപ്പോൾ ഇത് കബ്സ, മന്തി, മജ്ബൂസ് അങ്ങനെയുള്ള ഒരു സംഭവമല്ല കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു ബീഫ് അറബിക് റൈസാണ് നമ്മൾ അറബിക് മസാല ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് 1/2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. നിങ്ങൾ എത്രയാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മസാലപ്പൊടികളുടെ അളവ് നിങ്ങൾ മാറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടേബിൾ സ്പൂണോളം അറബിക് മസാല പൗഡർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നതാണത്. പിന്നെ 1/2 ചിക്കൻ ക്യൂബ്, പിന്നെ 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ചിക്കൻ ക്യൂബ് 1/2 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഫുൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എപ്പം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്താലും അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ, അല്ലേ കൂടിപ്പോവും. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നല്ലോണം നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്താൽ ബീഫിലേക്ക് മര്യാദയ്ക്ക് മസാല പിടിക്കില്ല. അപ്പോൾ ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങാറുണ്ട്, പക്ഷേ ചില ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബീഫ് വേവാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടാണ് അതിൻ്റെ വേവ് ഉണ്ടാവുക. ഏകദേശം 20 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ തന്നെയാണ് ബീഫ് വെന്തിട്ടുള്ളത്. അപ്പോൾ ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി ബാക്കി റൈസ് എന്ന് വെന്തോളും. അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കുക, 3 ഗ്രാമ്പൂ, പിന്നെ 2 മീഡിയം സൈസുള്ള ഒരു പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 5-6 കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലി ഇങ്ങനെ സീഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇട്ടാൽ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1/2 ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു 1/2യും പിന്നെ 1 എക്സ്ട്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് സവാളേൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇടുമ്പോൾ അത് ശരിക്കും ഒന്ന് മിക്സായി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സവാളേൻ്റെ കൂടെ തന്നെ അതിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണിത്. നിങ്ങൾ ചെറുത് എടുക്കുന്നതാണെങ്കിൽ ഒരു 4 എണ്ണം, മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 എണ്ണം ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിൽ ജസ്റ്റ് തക്കാളി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അത് ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ തക്കാളീൻ്റെ ആ ഒരു ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ റൈസിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും മസാല ഇട്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ മസാലപ്പൊടി ആഡ് ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂണ് നമ്മുടെ അറബിക് മസാലയും കൂടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അറബിക് മസാലയാണിത്. പിന്നെ ബിഗിനേഴ്സ് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മസാല പൗഡേഴ്സ് ആ സെയിം അളവിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എപ്പോഴും റൈസെല്ലാം ഉണ്ടാക്കുന്നവർക്ക് ഏകദേശം അവരുടെ മസാലേൻ്റെ അളവ് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് കൂട്ടും കുറച്ചും ഇടണം. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ വീണ്ടും പറയണം, മസാലേൻ്റെ അളവ് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ഓയിലെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1.5 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ഡബിളാണ് സാധാരണ നമ്മൾ എടുക്കാറ്. അപ്പോൾ ഞാനിതാ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തേത് ഒഴിച്ചത് ഞാൻ കുക്കറിൽ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാട്ടോ 3-ാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1/2 ചെറുനാരങ്ങാൻ്റെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെറും ഓപ്ഷണലാണ്. എനിക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ടത്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 1.5 കപ്പ് ബസ്മതി റൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് ബസ്മതി റൈസ് ഞാൻ 20 മിനിറ്റോളം കുതിരാൻ വേണ്ടി വെച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് ഇപ്പോൾ റൈസ് കംപ്ലീറ്റ് 1.5 കപ്പ് റൈസ് കഴുകിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റൈസ് വേവാൻ വേണ്ടി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചൂടോടുകൂടി നമ്മൾ ഈ തവി ഇട്ടിട്ട് അധികം ഇളക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് പൊട്ടിപ്പോവും. ബസ്മതി റൈസ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് അധികം ഇട്ട് ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് സെർവ് ചെയ്തെടുക്കും. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ബീഫ് റൈസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ അറബിക് മസാല കാണാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ മേലെ കാണുന്ന ഐക്കാർഡിലും കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഈ ഒരു റൈസ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മസാലേൻ്റെ അളവെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എടുക്കുന്ന ബീഫിനും റൈസിനും അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കണം. ഇതേപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു റൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു റൈസാണിത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.